8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ അതിജീവിതയ്ക്ക് മുന്നിൽ കൂടി നിയമം പ്രതിക്ക് വിശുദ്ധ പട്ടം കൊടുത്തപ്പോൾ അന്ന് വരെ അണിഞ്ഞിരുന്ന ആട്ടിൻതോൽ വലിച്ചുകീറി മുൻ ഭാര്യ മഞ്ജു വാര്യരെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ദിലീപ് തുടക്കം കുറിച്ചത്. തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിനു ശേഷമാണെന്നും നടൻ ദിലീപ് പറഞ്ഞു. കോടതി വിധിക്കു ശേഷം പ്രതികരിക്കുകയായിരുന്നു നടൻ. അന്നത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും അവരുടെ സംഘവും ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്. തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കേസിൽ ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞതായും ദിലീപ് കൂട്ടിച്ചേർത്തു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞതു മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞു. ഈ കേസിന്റെ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാൻ ശ്രമിച്ചതാണ്. സമൂഹത്തിൽ എന്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. കൂടെ നിന്ന കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുന്നു. വക്കീലായ രാമൻ പിള്ളയോടും നന്ദി എന്ന് ദിലീപ് പറഞ്ഞു. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിലെ ഗൂഢാലോചനാവാദം ആദ്യം ആരോപിക്കപ്പെട്ടത് അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് താരസംഘടനയായ അമ്മ കൊച്ചിയിൽ നടത്തിയ യോഗത്തിലാണ്. നടി മഞ്ജു വാര്യറാണ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിച്ചത്. ഈ കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്നു മഞ്ജു കോടതിയിൽ നൽകിയ മൊഴികൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കോടതി വിധിയിലൂടെ മാത്രമേ ഈ മൊഴികൾ പുറത്തുവരൂ.